പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുകയോ അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളുകയോ ചെയ്തവനേക്കാൾ കടുത്ത അക്രമി ആരുണ്ട്? തീർച്ചയായും കുറ്റവാളികൾ വിജയം പ്രാപിക്കുകയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കാം, ഇല്ലാത്തത് പറയാം. അതുപോലെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച് തള്ളുക, അതിനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? തീർച്ചയായും കുറ്റവാളികൾ വിജയം പ്രാപിക്കില്ല. അത്രയും കുറ്റവാളികൾ ഒരിക്കലും വിജയം പ്രാപിക്കുകയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുന്ന കൂട്ടരുണ്ട് ധാരാളം. ഇല്ലാത്തത് പറയാം. അതുപോലെ തന്നെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച് നമുക്ക് ഓരോരുത്തർക്കും പല ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പല പ്രയാസങ്ങൾ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു ഇടപെടുകയും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരികയും ചെയ്യുന്നുണ്ട്. പല രോഗങ്ങളും പല മാറാ രോഗങ്ങളും പറ്റി നമ്മൾ വല്ലാതെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനെ മാത്രം ലാക്കാക്കി പ്രാർത്ഥിക്കുകയും അങ്ങനെ രോഗം മാറുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. പലരും അങ്ങനെ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പം നിഷേധിച്ച് തള്ളുക, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച് തള്ളുകയാണ്. എൻ്റെ അതൊരു അങ്ങനെ വ്യക്തിയൊക്കെ ഉണ്ട്. പല പ്രശ്നങ്ങൾക്കും വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, പിന്നെ അത് നിഷേധിച്ച് തള്ളും. ഞാനും ഒരു കാലം അങ്ങനെയൊക്കെ ആയിരുന്നു. 10-15 വയസ്സ് വരെ അങ്ങനെ തന്നെ ആയിരുന്നു. ശക്തമായ വയറുവേദനയോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ഞാൻ നിസ്കരിക്കും, 5 നിസ്കരിക്കും എന്നൊക്കെ പറയും. പക്ഷെ ചിലപ്പോൾ 1-2 ദിവസം നിസ്കരിക്കും, പിന്നെ മടിയാവും, പിന്നെ നിസ്കരിക്കില്ല. ഇതൊക്കെ പല തവണ ജീവിതത്തിൽ ആവർത്തിച്ചു. പിന്നീടാണ് ഞാൻ എന്ത് വന്നാലും വേണ്ടിയില്ല, എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിൻ്റെ പേരിൽ തുടങ്ങി മുന്നോട്ട് കൊണ്ടുപോകുന്ന അൽഹംദുലില്ലാഹ് 15 വയസ്സിൽ തുടങ്ങിയ പ്രയാണം എപ്പോഴും നിസ്കാരം ഒന്നും മുട്ടില്ലാതെ കൊണ്ടുപോകുന്നുണ്ട്. ഒരിക്കൽ ഇത് ബാധിച്ചു, ചിക്കൻ ബോക്സ് ബാധിച്ചു. ചിക്കൻ ബോക്സ് ബാധിച്ച് കുറച്ച് ദിവസമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ. അങ്ങനെ എന്ത് ചെയ്തു? തൈമും ചെയ്ത് നിസ്കരിച്ചു. ഒളു എടുക്കാനും വയ്യ, തൈമും ചെയ്ത് നിസ്കരിച്ചു. 3-4 തവണ തൈമും ചെയ്ത് നിസ്കരിച്ചു. പിന്നെ എനിക്ക് മതി ആവൂല, ആകെ ഞാൻ സൈഡായിപ്പോയി, നിസ്കരിച്ചിട്ടില്ല. നിസ്കരിക്കാതായപ്പോൾ എൻ്റെ അമ്മക്ക് ബേജാറായി. കാരണം നിസ്കാരം എങ്ങനെ ഒഴിവാക്കാത്ത ആളാണല്ലോ. അമ്മക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ചിക്കൻ ബോക്സ് ഭേദമായി. അപ്പോൾ അന്ന് ഒരു 1-2 ദിവസത്തെ നിസ്കരിക്കാതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വല്ലാത്ത മാനസിക അസ്വസ്ഥത വന്നപ്പോഴും, ശക്തമായ മാനസിക അസ്വസ്ഥത വന്നപ്പോൾ ഞാൻ തന്നെ പടച്ചോന് ഇനി ഞാൻ എന്ത് ചെയ്താലും അള്ളാഹു സ്വീകരിക്കും. ചില നമ്മളെ മടവൂരൊക്കെ ഉണ്ട്, മടവൂര് തങ്ങൾ പാപ്പന്മാർ നിസ്കരിക്കില്ലല്ലോ, അവരുടെ മനസ്സെപ്പോഴും മക്കയിലാണ് എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതുപോലെ ഞാൻ തന്നെ വലിയ നിസ്കാരമൊന്നും വേണ്ട എന്നുള്ളൊരു ചിന്ത തോന്നി. അങ്ങനെ കുറച്ച് ദിവസം നിസ്കരിക്കാറായിട്ടുണ്ട്. അല്ലാണ്ട് പരിപൂർണമായിട്ട് നിസ്കരിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ 1-2 നിസ്കാരം വിട്ടു പോകാറുണ്ട്, മറന്നു പോകാറുണ്ട്. ഒരിക്കൽ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞല്ലോ, ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു ലോഹർ നിസ്കാരത്തെ നിസ്കരിക്കാൻ വിട്ടുപോയി. കാരണം ലോഹർ നിസ്കരിക്കുന്ന സമയത്ത് ഒരു വോയിസ് കോൾ വന്നു. അത് കുറേ നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് മറന്നുപോയി. പൊതുവെ നിസ്കാരം 1 മണിക്കൂറിനുള്ളിൽ അകം നിസ്കരിക്കുന്ന വ്യക്തിയാണ്. ബാങ്ക് കൊടുത്ത് 1 മണിക്കൂറിനുള്ളിൽ നമസ്കരിക്കും. അപ്പോൾ 2-3 മണിക്കൂർ ഞാൻ നിസ്കരിച്ചിട്ടുണ്ടാവുമെന്ന് കരുതി. അങ്ങനെ അസർ ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാൻ നോക്കുമ്പോഴാണ് അയ്യടാ ലോഹർ നിസ്കരിച്ചില്ലെന്ന് മനസ്സിലായി. കാരണം നിസ്കാരപ്പായി കാണുന്നില്ല. നിസ്കാരപ്പായി വെച്ചാൽ പേപ്പറാണ്, പേപ്പർ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ലോഹർ നിസ്കരിച്ചില്ല എന്ന് ബോധ്യമായി. അങ്ങനെ വല്ലപ്പോഴൊക്കെ അക്കിടി സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ചില ജോലി കാരണമോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ നിസ്കരിക്കാറുണ്ട്. എന്തിനും ജമ്മും കസ്സാക്കി നിസ്കരിക്കും, ഇരുന്ന് നിസ്കരിക്കും ഒക്കെ ചെയ്യും. ഒന്നും എടുക്കാതെ ചിലപ്പോൾ ഇരുന്ന് നിസ്കരിക്കാറുണ്ട്. അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ ചെയ്യാണ്. ഇതിൻ്റെ പരിപൂർണ്ണ നമസ്കാരം ഒഴിവാക്കിയിട്ടില്ല. വല്ലപ്പോഴൊക്കെ
ഞാൻ പറഞ്ഞ ചിക്കൻ ബോക്സ് ഉണ്ടായ സമയത്തും ചില മാനസിക അസ്വസ്ഥതകളുണ്ടായ സമയത്തുമാണ് 2-3 ദിവസമൊക്കെ തുടർച്ചയായിട്ട് നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രവാചകൻ മരണക്കിടക്കയിൽ പോലും പറഞ്ഞത് നിങ്ങൾ നമസ്കാരം ഉപേക്ഷിക്കരുത് എന്നാണ്. കാരണം അള്ളാഹു നമ്മൾ തമ്മിലുള്ള ബന്ധമാണ്, അള്ളാഹു നമ്മൾ തമ്മിലുള്ള ഒരു രഹസ്യ സംഭാഷണമാണ് നമസ്കാരം. അത് നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, അള്ളാഹു ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച് തള്ളുന്നവർ ഒരിക്കലും വിജയം പ്രാപിക്കില്ല. അവർക്ക് അടുത്ത അക്രമയാണ് എന്നാണ് പറയുന്നത്. പിന്നെ പറയാം, അള്ളാഹുവിന് പുറമെ അവർക്ക് ഉപദ്രവമോ ഉപകാരമോ ചെയ്യാത്തതിനെ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. ഇവർ അതായത് ആരാധ്യർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശക്കാരാണെന്ന് പറയുകയും ചെയ്യുന്നു. നബിയെ പറയുക, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ളതായി അള്ളാഹുവിന് അറിയാത്ത വല്ല കാര്യവും നിങ്ങൾ അവന് അറിയിച്ചു കൊടുക്കുകയാണോ? അള്ളാഹു അവർ പങ്കു ചേർക്കുന്നതിനെല്ലാം എത്രയോ പരിശുദ്ധനും ഉന്നതനുമായിരിക്കുന്നു. അപ്പോൾ ഈ അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ളവരെ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഭൗതിക പ്രമത്തത, ഭൗതിക സ്നേഹം, ഭൗതികതയുടെ ആർത്തി മൂലമാണ് നമ്മൾ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ ആരാധിക്കുന്നത്. നമ്മളൊരു കാര്യം, ഒരു അസുഖം മാറുകയോ അല്ലെങ്കിൽ രോഗം വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് ജോലി ലഭിക്കാനോ മറ്റെന്തെങ്കിലും കാര്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടാതാവും വേഗം നമ്മൾ മറ്റുള്ള സ്ഥലത്തേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? നമുക്കത് എങ്ങനെയും അത് മാറ്റിയേ പറ്റൂ. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ അള്ളാഹു രോഗം വന്ന് അള്ളാഹുവിനെ പ്രാർത്ഥിച്ചു, അത് രോഗം മാറിയിട്ടില്ല. നമ്മളെന്താ വിചാരിക്കേണ്ടത്? അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല, അള്ളാഹു സമയമായിട്ടില്ല, അല്ലെങ്കിൽ ഈ രോഗം മൂലം ഞാൻ മരണപ്പെടുമെന്ന് ഞാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ഈ ലോകം ഒരു വഴിത്താവളം പോലെയാണല്ലേ, ഒരു മരച്ചുവട്ടിൽ യാത്രക്കാരൻ മരച്ചുവട്ടിലിരിക്കുന്ന പോലെ അത്രയുള്ളല്ലോ ഈ ഭൗതിക ലോകം എന്നൊക്കെ കരുതുന്നവൻ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, മറ്റുള്ളവരോട് പോവുകയും ചെയ്യില്ല. മനസ്സിലായി? ചില വലിയ സൂഫിമാർ അള്ളാഹുവിനോട് പോലും പ്രാർത്ഥിക്കില്ല. മനസ്സിലായി? അവരെന്ത് വന്നാലും സഹിക്കും. നമുക്ക് യൂനുസ് നബിയുടെ കഥ അറിയാം, യൂനുസ് നബിയല്ല, അയ്യൂബ് നബിയുടെ കഥ അറിയാമല്ലോ നമുക്കല്ലേ. മേലാസകലം വ്രണം വന്നപ്പോഴൊന്നും അദ്ദേഹം പ്രാർത്ഥിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ എൻ്റെ പാപങ്ങൾ കഴുകിക്കളയുന്ന രോഗമാണ്, ഓരോ കുരുവും അത് പൊട്ടി ഒഴിക്കുമ്പോൾ എൻ്റെ പാപങ്ങളെല്ലാം കഴുകിക്കളയുകയാണ്, അതുകൊണ്ട് അത് അവിടെ ഉണ്ടായിക്കോട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചതേയില്ല. സദാസമയം അള്ളാഹുവിനെ ദിക്റെടുത്തുകൊണ്ട്, നാവ് കൊണ്ട് നിന്ന് ദിക്റെടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ രോഗം മൂർച്ഛിച്ച് അവസാനം നാവുമലേക്ക് എത്തി. അപ്പം നാവുമലേക്ക് എത്തിയപ്പം അദ്ദേഹം പ്രാർത്ഥിച്ചു. കാരണം പറഞ്ഞു, അള്ളാഹുവേ, നിന്നെ ദിക്റെടുക്കാതിരിക്കാൻ കൊണ്ട് കാവില്ല, അതുകൊണ്ട് എൻ്റെ നാവിൽ വന്ന രോഗമൊന്നും മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? നാവിലത്തെ രോഗവും മാറ്റി, ശരീരം മൊത്തത്തിലെ രോഗവും മാറ്റി, പോരാത്തെ അദ്ദേഹം യുവാവാക്കി മാറ്റുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ചില ആൾക്കാർ രോഗം വന്നാൽ പോലും പ്രാർത്ഥിക്കില്ല. കാരണം ഒരു ഭൗതിക ലോകം ഒരു ഇടത്താവളമായിട്ടാണ് കരുതുന്നത്. അപ്പോൾ നമുക്കിപ്പം ഒരു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് ഒരു ഉത്തരം കിട്ടിയിട്ടില്ല, നമ്മൾ പിന്നെ അതിന് നിരാശപ്പെടണം. പക്ഷെ മറ്റുള്ളവരങ്ങനെയല്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടില്ല വേഗം ഒരു തങ്ങന്മാരെടുത്ത് പോകും. നാഗൂര്, മുത്തുപ്പേട്ട, പല തങ്ങന്മാരും, CM മടവൂര്, അജ്മീർ ദർഗ, അങ്ങനെ പല സ്ഥലത്തൊക്കെ പോയി പ്രാർത്ഥിക്കുക. പല ആൾക്കാരങ്ങനെ ചെയ്യാറ്. നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഞാനിപ്പോൾ ഇന്നലെ ഒരു ദർഗയിൽ അല്ലെങ്കിൽ ഒരു ജാറം മൂടിയ സ്ഥലത്ത് പോയി ചിലപ്പോൾ ബീച്ചിൽ പോയപ്പോൾ കോഴിക്കോട് ബീച്ച് ഞാൻ അവിടെ പോയി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം അദ്ദേഹത്തെ പറ്റി ഞാൻ കാസിം ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടു. കാരണം അദ്ദേഹം പോർച്ചുഗീസുകാരോടൊക്കെ പോരാടി മരിച്ചൊരു വ്യക്തിയാണ്. പോർച്ചുഗീസുകാരോടോ ബ്രിട്ടീഷുകാരോടോ അറിയില്ല. ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ കൊന്ന് തുണ്ടമായി കടലിലേക്ക് എറിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉടലോ ആണ് കോഴിക്കോട് കടൽ തീരത്തേക്ക് വന്ന് അടിഞ്ഞു. ഇവിടെ എന്ത് ചെയ്യും? എടുത്ത് വീണ്ടും കടലിലേക്ക് എറിയും. പിറ്റേന്നും അത് ഇവിടെ അടിയും. പിന്നെ തന്നെ ഒരു സ്ഥിരം ഒരു പണിയായി. ഇവിടെ മറവ് ചെയ്യില്ല. അങ്ങനെ അവസാനം അവർക്ക് ഇവിടെ മറവ് ചെയ്യേണ്ടി വന്നു.
അള്ളാഹുവിൻ്റെ ഒരു ഇതാണ്, അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖാണ്. കാരണം ഇങ്ങനെ മഹാന്മാരുടെ പല കബറിടങ്ങളുടെ മണ്ണിൽ കിടക്കുന്നുണ്ട്. മഹാന്മാരെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ സത്ത ഉൾക്കൊള്ളുന്ന വ്യക്തികളാണുള്ളത്. ഞാൻ അള്ളാഹു ഭൂമിയിലേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോലെ ഇബ്രാഹിം നബിയുടെ കാലത്തോ മൂസാ നബിക്ക് വേണ്ടിയോ ഇബ്രാഹിം നബിക്ക് വേണ്ടിയോ അള്ളാഹു എന്ത് ചെയ്തു പറഞ്ഞു, അള്ളാഹു എനിക്ക് നിന്നെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു ചോദിച്ചു, നിനക്ക് ബോധ്യം വന്നില്ലേ ചോദിച്ചു. എനിക്ക് വിശ്വാസം വന്നിട്ടുണ്ടോ, പക്ഷെ എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അള്ളാഹു പറഞ്ഞു, നീ ആ മലയിലേക്ക് നോക്കൂ, ആ മല തലസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ നിനക്ക് എന്നെ കാണാമെന്ന് പറഞ്ഞു. അതിന് അള്ളാഹുവിൻ്റെ ആ വെളിച്ചം, ദിവ്യപ്രഭ ആ മലയിലേക്ക് വന്നപ്പോഴേക്കും മല എന്ത് ചെയ്തു, ചിന്ന ഭിന്നമാക്കി കളഞ്ഞു. ചിന്ന ഭിന്നമായി എന്നല്ല പറഞ്ഞത്, ചിന്ന ഭിന്നമാക്കി കളഞ്ഞു. അപ്പം അങ്ങനെ വാക്ക് പറയാൻ കാരണം എന്താണ്? അള്ളാഹു ഉദ്ദേശിക്കാതെ മല ആവില്ലല്ലോ, അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. മറിച്ച് അള്ളാഹുവിൻ്റെ പ്രഭ സ്വീകരിക്കാൻ മാത്രം അത് മലയ്ക്ക് കഴുത്തുണ്ടായില്ല. അത്രയും കഴുത്തില്ലാത്ത രൂപത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചത്. അപ്പം അതുകൊണ്ട് അള്ളാഹു തന്നെ അങ്ങനെ ആവാൻ കാരണം അള്ളാഹു ആണല്ലോ. മനസ്സിലല്ലേ? അള്ളാഹുവിൻ്റെ പ്രഭയ്ക്ക്, അള്ളാഹുവിൻ്റെ ആ ശക്തിക്ക് താങ്ങാൻ കഴിയാത്തതാണ് മലയും ആകാശവും ഒക്കെ. ഒന്നിനും താങ്ങാൻ കഴിയില്ല. പക്ഷെ ഇതൊക്കെ താങ്ങാൻ കഴിയാത്തതൊക്കെ ഉണ്ടായിട്ടും അള്ളാഹുവിന് നിൽക്കാൻ നിഷ്കളങ്കനായ വ്യക്തിയുടെ മനസ്സ് അള്ളാഹുവിനൊരു കൂടാണ് എന്ന് നബി വചനങ്ങളിലോ മറ്റ് മഹാന്മാരുടെ വചനങ്ങളിലോ ഉണ്ട്. സൂഫിമാരുടെയോ മറ്റ് മഹാജ്ഞാനികളുടെ വചനങ്ങളിൽ ഇന്നിപ്പം കാസിം ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ കേട്ടു. മലയ്ക്ക് അള്ളാഹുവിൻ്റെ പ്രഭ സ്വീകരിക്കാൻ മലയ്ക്ക് പോലും കഴിയുന്നു, പക്ഷേ മനുഷ്യരുടെ മനസ്സിൽ അള്ളാഹുവിനെ വസിക്കാൻ കഴിയും. അപ്പം അള്ളാഹുവിൻ്റെ ശക്തി വസിക്കുന്നവരാണ് മനുഷ്യർ ജ്ഞാനികൾ. അങ്ങനെയുള്ള മഹാജ്ഞാനിയായ വ്യക്തിയാണ് ഈ പോർച്ചുഗീസുകാരും മരണപ്പെട്ട, അതായത് പേര് മറന്നുപോയി, മഖ്ദൂം അങ്ങനത്തെ ഒരു പേരിട്ടാൻ തോന്നുന്നു. ഇൻഷാ അല്ലാഹ് ഇനി പോകുമ്പോൾ വായിച്ചു നോക്കണം. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയെ ഗർഭം പീറുന്ന മണ്ണാണ് കേരളം. ഒന്നല്ല, ഒരുപാട് വ്യക്തികളെ ഗർഭം പീറുന്ന മണ്ണാണ് കേരളം. അപ്പോൾ അതിന് പവിത്രതയുണ്ട്, ദിവ്യഗർഭം എന്ന് പറഞ്ഞ മാതിരിയില്ലേ. അപ്പോൾ അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഇവിടെയൊക്കെ നല്ല കാലാവസ്ഥയും നല്ലൊരു അന്തരീക്ഷവും ഒക്കെ കിട്ടുന്നത്. കോഴിക്കോട് നല്ലൊരു സ്ഥലമാണെന്നൊക്കെ പലരും പറയുന്നത്. കോഴിക്കോട് സ്വർഗമാണ്, ഭൂമിയിലെ സ്വർഗമാണ് കോഴിക്കോട്. കോഴിക്കോടൊക്കെ ഇങ്ങനെ പല മഹാന്മാരും മണ്ണിൽ ഉറങ്ങുന്നുണ്ട്. എന്ന് വെച്ച് നമ്മൾ അവിടെ പോയി പ്രാർത്ഥിക്കാനൊന്നും പാടില്ല. പ്രാർത്ഥിക്കാച്ച അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞില്ല, അവിടെ പോയിട്ട് അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലാണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിച്ചിട്ടില്ല. നമ്മൾ അള്ളാഹുവിനോട് പല സഹായം തേടാറുണ്ടല്ലോ, അതുപോലെ ഞാൻ ഒരിക്കലും അവിടെ പോയി തേടിയിട്ടില്ല. അത് തേടുന്നത് നല്ലതുമല്ല. പണ്ടൊരിക്കൽ ഞാൻ അവിടെ പോയി അന്നും ഇതുപോലെ അദ്ദേഹത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അന്ന് എന്തോ ഒരു മനസ്സിന് നല്ലൊരു സന്തോഷമൊക്കെ കിട്ടി. അപ്പോൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചപ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ സമാധാനമൊക്കെ കിട്ടി. എന്ന് കരുതി നിങ്ങൾ അവിടെ പോയിട്ട് ഒരിക്കലും ശിർക്ക് സംബന്ധമായിട്ട് പ്രാർത്ഥിക്കരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മനസ്സിലായി? അതുപോലെ തന്നെ അവിടെ കബറിടം വല്ലാതെ ഉയർത്തിയിട്ടുണ്ട്, ഒരു ചാനലധികം ഉയർത്തിയിട്ടുണ്ട്. ഒരു ചാനൽ കൂടുതൽ കബറിടം ഉയർത്താൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതൊന്നിപ്പോൾ നമുക്കിപ്പോൾ ഒരു പറഞ്ഞാൽ കേൾക്കില്ല, കാരണം അത് ഉൾക്കൊള്ളാൻ മാത്രമുള്ളതായിട്ട്. അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കാം. ജനങ്ങളൊക്കെ അതിനോട് സത്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായി? മദ്യം അല്ലെങ്കിൽ പുകവലിക്കാൻ വളരെ ആഗ്രഹമുള്ള വ്യക്തികളോട്, പുകവലിയില്ലാതെ ജീവിക്കാൻ കഴിയാത്ത വ്യക്തികളോട് പുകവലിക്കരുത് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ കയ്യിൽ കിട്ടുന്നത് നമ്മൾ വാങ്ങേണ്ടി വരും. പക്ഷെ ഇപ്പോഴത്തെ കാലത്തൊക്കെ നമുക്ക് ആരോടും പറയാം പുകവലിക്കരുത് പറഞ്ഞാൽ വേഗം കേൾക്കും. കാരണം പുകവലിയുടെ ദൂഷ്യവശങ്ങളെപ്പറ്റി പല സോഷ്യൽ മീഡിയയിലൊക്കെ നല്ലവണ്ണം പാടുന്ന ജനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ ശരിക്കും പുകവലി അത്ര വലിയതൊന്നുമല്ല. ജനങ്ങളെ മദ്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഇല്ലുമിനാറ്റികൾ ഉണ്ടാക്കിയിട്ട് തന്ത്രമാണ്. കാരണം മദ്യത്തിന് കൂടുതൽ പണം വാങ്ങല്ലോ.
1000-2000 രൂപയൊക്കെയാണല്ലോ സാധാരണ മദ്യത്തിൻ്റെ വില. അപ്പോൾ ബീഡിക്കും സിഗരറ്റിനൊന്നും കിട്ടില്ല, ആ ലാഭം കിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടി അവരെന്ത് ചെയ്തു, പുകവലി വല്ലാതെ മോശമാക്കി ചിത്രീകരിക്കുന്നുണ്ട്. ഇപ്പോൾ സിനിമാ തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ കവിളൊക്കെ തൂങ്ങിയ, കവിളിലൊക്കെ വ്രണം ബാധിച്ച് കവിളിലൊക്കെ പുഴുക്കൾ വീഴുന്ന സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ചിത്രങ്ങൾ ഇങ്ങനെ സിനിമയിൽ കാണിക്കും. പക്ഷെ അതിനേക്കാൾ എത്രയോ ഹാനികരമാണ് മദ്യം. അതിൻ്റെ യാതൊരു ഇതും അതിനെതിരെയുള്ള പരസ്യമൊന്നും ഉണ്ടാവാറില്ല. അപ്പം പറഞ്ഞു വരുന്നത്, ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പുകവലിക്കരുതെന്നൊക്കെ പല ജനങ്ങൾ കേൾക്കും. കാരണം ജനങ്ങളൊക്കെ പുകവലിയുടെ ദൂഷ്യവശങ്ങളെപ്പറ്റി ജനങ്ങൾക്ക് ബോധവാനായി. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരാളുടെ പുകവലിക്കരുത് പറഞ്ഞാൽ അത് വേഗം മാറിക്കോളും. അതുപോലെ വേഗം ആ പുകവലി വേഗം വലിച്ച സിഗരറ്റ് വേഗം കുത്തിക്കെടുത്തുകയോ മാറി നിന്ന് വലിക്കുകയോ ചെയ്യും. പക്ഷെ പണ്ട് ഒരു 10-20 കൊല്ലം മുമ്പാണെങ്കിൽ അയാളുടെ വായിലുള്ള മുഴുവൻ കേൾക്കേണ്ടി വരും. വായിലുള്ളതും കേൾക്കണം, മറ്റുള്ളവരും നമുക്കെതിരെ തിരിയും, നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ഇപ്പം ജനങ്ങൾ എന്തെങ്കിലും ബോധവാനായി, പുകവലിക്ക് ദൂഷ്യവശങ്ങളുണ്ടെന്ന് അതുപോലെ കുറേ നാളുകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ജാറ മൂടൽ തെറ്റാണെന്നൊക്കെ ജനങ്ങൾക്ക് മഹാഭൂരിപക്ഷം ജനങ്ങളും ബോധവാനാവുകയും നമുക്കത് പറയുകയും സ്ഥാപിച്ചെടുക്കുകയും ചെയ്യും. അല്ല ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തടി കേടാവും. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ക്ഷമിക്കുക, മനസ്സുകൊണ്ട് വെറുക്കുക. പക്ഷെ ആ വ്യക്തി നമ്മൾ ഒരിക്കലും വെറുക്കരുത്. അവരൊക്കെ ഷഹീദായ വ്യക്തികളാണ്, അവരെ ബഹുമാനിക്കുക, ആദരിക്കുക. പക്ഷെ അവരെ നമ്മൾ സഹായം തേടാൻ പാടില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുക. മുജാഹിദിലേക്കും നമ്മൾ പോകാൻ പാടില്ല, സുന്നിയിലേക്കും പോകാൻ പാടില്ല. നമ്മൾ മധ്യത്തിൽ നിൽക്കുക, മനസ്സിലായി? ഒരു തുലാസിൻ്റെ സൂചി പോലെ നമ്മൾ മധ്യത്തിൽ നിൽക്കുക. മുജാഹിദുകളുടെ കുറച്ച് ആശയങ്ങൾ നമ്മൾ അല്പം കടമെടുക്കുക, സുന്നികളുടെയും കടമെടുക്കാം. രണ്ടിലേക്കും പരിപൂർണമായി ചായാൻ പാടില്ല. രണ്ടും തെറ്റാണ്. ഒന്നിൽ അഹങ്കാരം കൂടുതലാണ്, മുജാഹിദുകൾക്ക് അഹങ്കാരം കൂടുതലും ഒക്കെയാണ്. എല്ലാത്തിനെയും നിരാകരിക്കുക ഒക്കെ നിരാകരിച്ചിട്ടാണല്ലോ ചെകന്നൂസ് ഉണ്ടായത്. ചെകന്നൂർ മുതൽ ആദ്യം മുജാഹിദായിരുന്നല്ലോ. മുജാഹിദിന് പിന്നെ ഒന്നും കൂടി കട്ടിക്കൂടുമ്പോഴാണ് ചെകന്നൂരിലേക്ക് പോകും. ചെകന്നൂരൊന്നും കൂടി കട്ടിക്കൂടുമ്പോൾ എന്താവും, ഈശ്വരവാദത്തിലേക്ക് എത്തും. നമ്മളെ ജാമിദ് അങ്ങനെയാണ്. ജാമിദ് ആദ്യം മുജാഹിദായിരുന്നു, കോളേജിൽ പഠിച്ചാണ്. പിന്നെ അവൾക്ക് അത് ഒന്നും കൂടി യുക്തി നോക്കി ചെകന്നൂരിലെത്തി. അവിടുന്ന് വീണ്ടും യുക്തി നോക്കി ഈശ്വരവാദത്തിലേക്കും എത്തി. അപ്പോൾ എല്ലാം യുക്തി നോക്കാൻ പാടില്ല. കുറച്ചൊക്കെ നമ്മൾ സുന്നികൾ ജീവിക്കുന്ന മാതിരി അത് സംതൃപ്തിയും സമാധാനവും ഉണ്ടാവും. അവർ മഹാന്മാരുടെ കൈകൾ മുത്തുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ അത് പ്രത്യേക ഒരു ആനന്ദമൊക്കെയാണ്. ഇപ്പോൾ മലപ്പുറത്തൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ, മലപ്പുറത്തൊക്കെ നമ്മൾ ആ വ്യക്തികളുടെ സഹവസിച്ച് കഴിഞ്ഞാൽ എന്തെന്നില്ലാത്ത ആനന്ദമാണ് നമുക്ക്. നമ്മുടെ സഹോദരങ്ങളോടും ബന്ധപ്പെട്ടവരൊക്കെ ഒരു പ്രത്യേക സ്നേഹവും ഊഷ്മളതയൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. പക്ഷേ ആ സ്നേഹം ഊഷ്മളതയൊന്നും നമുക്ക് മുജാഹിദ് പ്രസ്ഥാനക്കാരുടെ വീടുകളിൽ നിന്നോ അവർ നിൽക്കുന്ന പ്രദേശങ്ങളിൽ നമുക്ക് കിട്ടുകയില്ല. പക്ഷെ അവരിൽ നമ്മൾ മറ്റൊരു വെച്ചാൽ നമുക്ക് ഖുർആൻ പരിഭാഷയൊക്കെ വായിക്കാം, സുന്നികൾ ചെയ്യുന്ന ചില തെറ്റുകളൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെയൊക്കെ ഗുണമുണ്ട്. വെള്ളിയാഴ്ച അവരുടെ പള്ളി പോയി പറഞ്ഞാൽ മലയാളത്തിൽ നിങ്ങൾക്ക് കേൾക്കാം. അങ്ങനെയൊക്കെ ചില ഗുണങ്ങളുണ്ട്, മറ്റൊരുത്തും ചില ഗുണങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം എല്ലാത്തിൻ്റെയും നല്ലത് നമ്മൾ എടുക്കുക. തേനീച്ചയെ മാതിരി, തേനീച്ചയുടെ പോലെ തേനീച്ച ഓരോ പുഷ്പത്തിൽ നിന്നും തേന് ഏതൊക്കെ സമയത്താണ് നല്ല രീതിയിൽ വരികയെന്ന് ആ ഒറ്റകൾക്കറിയാം. അതുകൊണ്ട് ആ സമയത്ത് ആ തേനിൻ്റെ എടുത്തു പോകും. പിന്നെ അവർ മറ്റു പുഷ്പം, ഇപ്പോൾ മാവിൽ നിന്ന് വരുന്ന പൂവിന് എപ്പോഴാണ് തേന് വരികയെന്ന് അവർക്കറിയാം. ആ സമയത്ത് അവർ അതിന് പോയി എടുക്കുക. അങ്ങനെ അതുപോലെ നമ്മൾ ഓരോ സംഘടനയിലുള്ള തേനുകളുണ്ട്, ആ തേനുകളൊക്കെ നമ്മൾ എടുക്കുക, ഒന്നിലേക്കും ചായാതിരിക്കുക. ഏറ്റവും നല്ലത് എല്ലാം ചേർന്നിട്ട് നമ്മൾ ഖുറാനൊക്കെ നമുക്കറിയാമല്ലോ. ഖുറാനും ഹദീസൊക്കെ പഠിച്ചിട്ട് അതിൽ ഏതൊക്കെയാണ് നല്ലത് ഏതൊക്കെ ചീത്തയാണ് നമുക്ക് മനസ്സിലാക്കുകയും അങ്ങനെ നല്ലത് മാത്രം നമ്മൾ എടുക്കുക, നല്ലത് മാത്രം സ്വീകരിക്കുകയും അങ്ങനെ അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കുകയും ചെയ്യുന്ന ആ ഭാഗ്യമായ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.